കുടുംബജീവിതത്തിൽ സ്നേഹിതൻ. വിശുദ്ധ കുർബാന നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ ഹൃദയമാണ്. വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്നേഹത്തിന്റെയും മുഖമുദ്രയുള്ള ദിവ്യ അനുഭവം. ദിവ്യ കാരുണ്യമാണ് കുടുംബജീവിതത്തിന്റെയും ക്രൈസ്തവ സമൂഹത്തിന്റെയും ഉറവിടവും ലക്ഷ്യവും. കുടുംബം ദൈവസ്നേഹത്തിന്റെ ഒരു പ്രകാശിത ആലയം തന്നെയാണ്. എന്നാൽ ദിവ്യകാരുണ്യത്തിൽ അധിഷ്ഠിതമായ ഒരു കുടുംബജീവിതം എപ്പോഴും സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും ഒരു ക്രൂശ് വരിക്കണം. ഈ ദൃശ്യ ആവിഷ്കരണത്തിലൂടെ ദിവ്യകാരുണ്യത്തിൽ നിന്നുള്ള ദൈവസ്നേഹവും സമർപ്പണവും എങ്ങനെയാണ് ക്രൈസ്തവ കുടുംബജീവിതത്തിൽ അനുഭവിക്കുകയും അവിടെ ദൈവ സാന്നിധ്യം എങ്ങനെയാണ് ഇക്കാലം നിലനിൽക്കുകയും ചെയ്യുന്നുവെന്ന് സെയിന്റ് മാർഗ്രറ്റ് അവതരിപ്പിക്കുന്നു. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിൻ്റെ കബറിടമേ സ്വസ്തി.
നിന്നിൽ നിന്നും ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. കുർബാന തീർന്നു. നീ ഒറ്റ ഒരുത്തിയാ നീ കുർബാന മുടങ്ങാൻ കാരണം. അതെങ്ങനെയാ? അണിഞ്ഞൊരുങ്ങാൻ 2 മണിക്കൂർ വേണ്ട. എന്നെ കൊണ്ടൊന്നും പറയത്തില്ലട്ടോ. പിന്നെ ഞാനിതെല്ലാം കണ്ടില്ലെന്ന് വെക്കുന്നതേ മനുഷ്യർ കേട്ട എന്ത് വിചാരിക്കുന്നു കരുതി. അല്ല പിന്നെ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടുക, പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക. ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്നും പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റു ചെയ്യുന്നു. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരായിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. യേശു ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്തു പറ്റി? ഇന്ന് രണ്ടാളെയും കുർബാനയ്ക്ക് കണ്ടില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാ, എന്ത് പറഞ്ഞാലും ഇവൾക്ക് മനസ്സിലാവില്ല. എന്നെ എൻ്റെ വീട്ടുകാരെ പറയാതെ അവൾക്ക് സമാധാനമില്ല. ഒരു കാര്യത്തിന് നേരത്തെ ഇറങ്ങി പോവാന്ന് വെച്ചാൽ അതിവിടെ ഈ വീട്ടിൽ നടക്കില്ല. അച്ചോ, ഇങ്ങേരുടെ വീട്ടുകാരുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്നാ. ഞാൻ എൻ്റെ പിള്ളേരും അവരുടെ പഠിപ്പ്, വീട്ടിലെ ജോലികൾ, എന്നെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല അച്ചോ. ഞാൻ എന്ത് ചെയ്യാൻ? ജീവിതം ഒരു ബലിയാണ്. പരസ്പരം ബലിയായി തീരുവാൻ വേണ്ടിയാണ് യേശു നിങ്ങളെ വിവാഹം എന്ന കൂദാശയിലൂടെ ചേർത്ത് വച്ചിരിക്കുന്നത്. നമ്മുടെ ഈശോ മിശിഹായുടെ കാൽവരി യാഗം പോലെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെ കുരിശിൽ തറയ്ക്കുമ്പോൾ നിങ്ങൾ ഒരു ബലി വസ്തുവായി തീരുകയാണ്. അല്ലാതെ വെറുപ്പും വിദ്വേഷവുമായി ഈ ബലിവേദിയിൽ നിന്നും നാവിൽ ഈശോയെ സ്വീകരിക്കുമ്പോൾ നിങ്ങളിൽ ഒരു ആത്മീയ മരണം സംഭവിക്കുന്നുണ്ടെന്ന് മറക്കരുത്. ശരിയാണ്, കുടുംബജീവിതമാണ്, പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിനെയെല്ലാം ക്രിസ്തുവിന്റെ ബലിക്കല്ലിൽ സമർപ്പിക്കുമ്പോഴാണ് ഒരു ക്രിസ്തീയ കുടുംബം ജനിക്കുന്നത്.
ജീവിതവും അവരിനു വേണ്ടി മുറിക്കപ്പെടുമ്പോഴാണ് ഈ ലോക ജീവിത ദൗത്യം പൂർണ്ണമാകുന്നത്. മുറിക്കപ്പെട്ട തായ്തണ്ടിലും മുളയെടുക്കുന്ന പുതുനാമ്പ് പോലെയാണ് എൻ്റെ സാക്ഷികൾ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നു. ഇഹലോകവാസം വെടിഞ്ഞതിന്റെ 14-ാം വർഷം കാർലോ അക്വിറ്റസ് അൾത്താര വണക്കത്തിന് അർഹമായ വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തപ്പെടുന്നു. അത്ഭുതമാണിത്. ആധുനിക സഭയുടെ ചരിത്രത്തിൽ കാർലോയേക്കാൾ വേഗത്തിൽ വാഴ്ത്തപ്പെട്ട ഗണത്തിൽ ഉൾപ്പെട്ടത് കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസയും മിസ്റ്റർ ജോൺ പോൾ രണ്ടാമനും മാത്രം. എന്നാൽ അതിനേക്കാൾ അത്ഭുതമാണ് 15 വയസ്സുവരെ മാത്രം നീണ്ട കാർലോ അക്വിറ്റസിന്റെ ജീവിതനാൾ വഴികൾ. നമ്മൾ കുടുംബത്തിലാണ് വിശ്വാസം പഠിച്ചത്. പക്ഷേ ആ സാധ്യത പോലും ഇല്ലാതാകുന്ന കാലഘട്ടത്തിൽ കാർലോയുടെ ജീവിതം ഒരു പ്രത്യാശയുടെ ഉണർത്തുപാട്ടാകുന്നു. അവിശ്വാസികളായ മാതാപിതാക്കളെ വിശ്വാസത്തിലേക്ക് നയിച്ചവൻ, കൂട്ടുകാരുടെ മുമ്പിൽ ധാർമ്മികതയുടെ മാതൃകയായവൻ, ഇന്റർനെറ്റിനെ വിശ്വാസ പ്രഘോഷണത്തിന്റെ ഉപകരണമാക്കിയവൻ. അങ്ങനെ അവന്റെ നന്മകൾ എണ്ണമറ്റതാകുമ്പോൾ അവനെ അതിലേക്ക് നയിച്ച ശക്തി, ദിവ്യകാരുണ്യം, പരിശുദ്ധ കുർബാന എന്ന് നാം തിരിച്ചറിയണം. പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ നയിക്കപ്പെട്ട ആ വിശുദ്ധന്റെ ജീവിത വഴികളിലൂടെ. Brothers and sisters in Christ, today I invite you to open your hearts and minds to listen to the extraordinary story of a young man who, with his unwavering faith and devoted life, has touched the hearts of thousands of people and continues to deliver extraordinary signs and miracles that help and comfort men and women all over the world. We are talking about Carlo Acutis, a boy who lived only 15 years on this earth, but whose light continues to shine brightly. His example of life, his serenity in the face of death, and the miracles that occur around him remind us that God works in mysterious and wonderful ways. Carlo Acutis was born in London on May 3rd, 1991, and grew up in Milan, Italy. From a young age, Carlo showed an unusual spiritual sensitivity. He deeply loved the church and the Eucharist, which he called my highway to heaven. His faith was not an isolated practice, but permeated every aspect of his life. Carlo was a boy like many others, passionate about football and computers, but what set him apart was his profound love for Jesus and his desire to bring others closer to him. It was precisely thanks to his skill with modern communication tools that Carlo began to create websites and digital projects to spread the message of the gospel and make Eucharistic miracles known. In 2006, at the age of 15, Carlo was struck by a sudden leukemia. During his illness, he showed extraordinary serenity and peace, accepting suffering with an attitude of total trust in God. He said, "I offer all the suffering I will have to suffer for the Lord, for the Pope, and for the Church." On October 12, 2006, Carlo Acutis left this world to join the Heavenly Father, but his spiritual presence has remained alive and powerful. See the light of blessed Carlo, you shine like a new light in the dark nights. What is on you? In love and now, Lord, you are the owner of his glory, never daunting in your struggle, sacrificing your own pleasures, always cheerful in all you do, enduring still in all our hearts. You Carlo Acutis, you
what shall we compare you? You're the center of the eternity today. You lived a simple life. You were so humble and kind to pray for our way was yours today. You have shown us to walk the Lord's way, to draw us closer to you, Christ. With sorry songs and prayer and adoration, pray for us to be like you, never daunting in your struggle, sacrificing your own pleasures, always cheerful in all you do, enduring still in all our hearts. You come, Lord, what could this do? What shall we compare you? You're the star of the eternity today. You lived a simple life. You were so humble and kind to pray for our way was yours today. He loved us first. Because of Jesus, we have come to know and believe in the love that God has for us. In the Eucharist, we encounter the living heart of Jesus, capable of setting us free, giving the meaning to each moment of our lives and bestowing true peace. From the lips of Mass, an encyclical letter from Holy Father Pope Francis on the human and the divine love of the heart of Jesus Christ. Yes, Jesus instituted the Eucharist to fulfill his promise to be with us forever. John chapter 6, verse 48 and 51. I am the bread of life. The bread that I will give is my flesh for the life of the world. Yes, Jesus instituted the Eucharist to show his love for us. The Eucharist is the sacrament of love because it enables us to participate so immediately with our Lord. In this passion, we receive him truly into ourselves.